بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين اللهم إنا نسألك خير هذه الليلة وخير ما فيها نصرها وفتحها ونورها وبركتها وهداها ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها اللهم أصلح لنا النية والذرية والعمل أما بعد സഹോദരങ്ങളെ മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ അഅലാഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് وأدناها إماطة الأذى عن الطريق والحياء شعبة من الإيمان رسول الله صلى الله عليه وسلم പറഞ്ഞു الإيمان بضع وستون شعبة ഈമാൻ 60 പരം ശാഖകളാണ് ചില റിവായത്തുകളിൽ ബിദ്ഉൻ വസബഊന ശുഅബ 70 പരം ശാഖകളാണ് അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേറ്റവും വലുത് ഏറ്റവും ഉന്നതം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കലിമത്തു തൗഹീദ് അല്ലാഹു മുഴുവൻ നബിമാരെയും ഏതൊരു ആശയവുമായിട്ടാണോ നിയോഗിച്ചത് അല്ലാഹു മുഴുവൻ കിതാബുകളും ഏതൊരു കാര്യവുമായിട്ടാണോ അവതരിപ്പിച്ചത് സ്വർഗ നരകങ്ങൾ വേർതിരിക്കപ്പെട്ടത് ഇതെല്ലാം കലിമത്തു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും ഉന്നതം വഅദ്നാഹ അതിലേറ്റവും താഴെയുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കുക വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ ലജ്ജ ഈമാനിൻ്റെ ഒരു ശുഅബത്താണ് ഈമാനിൻ്റെ ഒരു ഭാഗമാണത് ഈമാനിൻ്റെ ഒരു ശാഖയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾ തൻ്റെ സഹോദരനെ ഉപദേശിക്കുന്നത് കണ്ടു ലജ്ജയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദരൻ ഒരു ലജ്ജാലുവായ ആളാണ് ലജ്ജ കൂടിയതുകൊണ്ട് ദുനിയാവിൽ സംഭവിച്ചേക്കുമെന്ന് ആളുകൾക്ക് തോന്നുന്ന ചില നഷ്ടങ്ങളുണ്ട് ഉദാഹരണത്തിന് ചിലർ എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചേക്കാൻ മടിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്തു പോവുക എതിർപ്പ് പറയാൻ പലപ്പോഴും മടിക്കുക പോലെയുള്ള ലജ്ജ കൊണ്ട് ആളുകൾക്ക് പ്രയാസമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ ലജ്ജാലുവായ തൻ്റെ സഹോദരനെ ഉപദേശിക്കുന്ന ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു നബി ഉപദേശിക്കുന്ന ആളോട് പറയുകയാണ് ദഅഹു അയാൾ വിട്ടേക്കൂ ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ കാരണം ഈമാൻ ഹയാ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് അയാൾ വിട്ടേക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഹയാത്താണ് ഹയാ ആണ് യഥാർത്ഥത്തിൽ ജീവിതം ഹൃദയത്തിൻ്റെ ജീവൻ ലജ്ജയിലാണ് നിലകൊള്ളുന്നത് ലജ്ജയില്ലാത്ത ഹൃദയം ജീവനില്ലാത്ത ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്ത മനുഷ്യൻ കേവലം രക്തവും മാംസവും മാത്രമാണ് അവൻ യഥാർത്ഥ ജീവൻ ഇല്ലാതെ പോയിരിക്കുന്നു ഉഖ്ബത്ത് ഇബ്നു അംർ അബൂ മസ്ഊദ് ഉഖ്ബത്ത് ഇബ്നു അംർ അൽ ബദ്രി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമി النبوة الأولى إذا لم تستحي فاصنع ما شئت
ജനങ്ങൾക്ക് പഴയകാല നബിമാരുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നുബുവത്തുൽ ഊല അഥവാ പഴയ നബിമാർ ജനങ്ങളോട് പറഞ്ഞ് അവരെ പഠിപ്പിച്ച വാക്കുകളിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നുബുവത്തുൽ ഊല, പഴയകാല നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മുൻപേ അത്രയും പഴയ നബിമാർ ജനങ്ങളോട് പറഞ്ഞ ഇന്നും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വാക്കുകളിൽപ്പെട്ട വാക്കാണിത് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അഥവാ ചില നന്മകളുണ്ടാകും, ചില നല്ല വാക്കുകളുണ്ടാകും, അത് ചിലപ്പോൾ ആളുകൾക്കിടയിൽ പഴഞ്ചൊല്ലായി പ്രചരിക്കും. പല നാടുകളിലും അങ്ങനെ കാണാം. നല്ല വാക്ക്, ആളുകൾ പണ്ടേ പറഞ്ഞു വരുന്ന നല്ല വാക്കായിരിക്കും, അത് നല്ല അർത്ഥമുള്ള വാക്ക്. പലപ്പോഴും അതിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് അതേ അർത്ഥം പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ടാകും, ആളുകൾ പറഞ്ഞു വരുന്ന വാക്ക്. അവർ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ പഠിച്ചതല്ല, മറിച്ച് അവർക്ക് മുൻഗാമികളിൽ നിന്ന് കൈമാറി കിട്ടിയ വാക്കാണ്. അത് അള്ളാഹുവിൻ്റെ നബിമാർ പണ്ടേ ജനങ്ങൾക്ക് പഠിപ്പിച്ചു പോവുകയും അത് ജനങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തു പോന്ന വാക്കുകളിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വാക്കാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്ന, നീ ചെയ്തു കൊള്ളുക, മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചതെന്തോ അത്. ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലേ, ഫസ്ന, നീ ലജ്ജിക്കുന്നില്ലേ, ഫസ്ന, നീ ചെയ്യുക, മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചതെന്തോ അത്. എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം? ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്ന്, ഇത് തഹ്ദീദിൻ്റെ, താക്കീദിൻ്റെ ശൈലിയാണ്. നിനക്ക് ലജ്ജയില്ല എങ്കിൽ നീ പിന്നെ തോന്നുന്നത് ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ അനുവാദം നൽകിയതല്ല, മറിച്ച് അത് താക്കീദാണ്. ലജ്ജയില്ലേ, പിന്നെ നീ തോന്നിയത് ചെയ്തോളൂ. ലജ്ജയില്ലെങ്കിൽ നീ തോന്നിവാസിയായി മാറും, പിന്നെ നീ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാളെ ലജ്ജയില്ല എന്ന് നമുക്ക് കണ്ടാൽ പിന്നെ അവനെ നമ്മൾ സൂക്ഷിക്കണം, അവനെന്തും ചെയ്തേക്കും. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ല എങ്കിൽ നീ പിന്നെ തോന്നിയത് ചെയ്തോളൂ. ഏതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ അത് നാം കാണുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, തോന്നിയത് ചെയ്യാനുള്ളതാണ്, കൽപ്പനയാണോ അത്, അനുവാദമാണോ അത്? അല്ല, താക്കീതാണ്. താക്കീതാണ്. ലജ്ജ മുറുകെ പിടിക്കാനുള്ള ഉപദേശം അതിലുണ്ട്. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, അത് നല്ല ഹൃദയമുള്ള, സലാമത്തിലുള്ള ഹൃദയമുള്ള മുഅ്മിനീങ്ങൾ, അവർക്ക് പൊതുവേ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ ലജ്ജ തോന്നും, തെറ്റ് ചെയ്യാൻ അവർക്ക് ലജ്ജ തോന്നും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് തോന്നുന്നു, അത് നീ ചെയ്യുന്നത് ആളുകൾ കാണുന്നത് നിനക്ക് ലജ്ജ തോന്നുകയില്ലേ? ആളുകൾ കണ്ടാൽ നിനക്കത് പ്രശ്നമില്ല, അങ്ങനെ ഒരു കാര്യമാണ് അത് എങ്കിൽ നീ അത് ചെയ്തു കൊള്ളുക. ഒരു കാര്യം ചെയ്യാൻ നിനക്ക് ലജ്ജയില്ലേ, ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന കാര്യം നീ ചെയ്തു കൊള്ളുക. അത് നല്ല ഹൃദയമുള്ള, കേടുവരാത്ത പ്രകൃതമുള്ള മുഅ്മിനീങ്ങളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാകും ഈ വിശദീകരണ പ്രകാരം. പക്ഷേ ആ കാര്യം അള്ളാഹു വിലക്കിയതായിരിക്കാൻ പാടില്ല. അള്ളാഹു വിലക്കിയ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ ലജ്ജയില്ല എങ്കിൽ അത് അവൻ്റെ ഹൃദയത്തിൻ്റെ തകരാറാണ്. അതേസമയം അള്ളാഹു വിലക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്, മുഅ്മിനീങ്ങൾക്ക് പൊതുവേ അത് തെറ്റാണ് എങ്കിൽ, അള്ളാഹു വിലക്കിയതായി അറിയപ്പെട്ടിട്ടില്ല, പക്ഷെ ആ കാര്യം നന്മയല്ല, ആളുകൾക്ക് പൊതുവെ അറിയില്ല അത് തിന്മയാണ് എന്ന്, പക്ഷെ അത് നന്മയല്ല എങ്കിൽ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അത് ചെയ്യാൻ പ്രയാസമുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകളിൽ ഈ ആശയം വന്നിട്ടുണ്ട്. അൽ ഇസ്മു മാ ഹാക ഫി സദ്രിക് വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. തിന്മ എന്നാൽ നിൻ്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണത്. വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്, ജനങ്ങളത് കാണാൻ നീ ഇഷ്ടപ്പെടുകയുമില്ല, നീ അത് ചെയ്യുമ്പോൾ ആരെങ്കിലും നിന്നെ കാണുന്നത് നീ ഇഷ്ടപ്പെടുകയില്ല, അതാണ് തിന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് ആരെക്കുറിച്ചാണ്? ഇത് കേടുവരാത്ത ഹൃദയമുള്ള, സലീമായ ഹൃദയമുള്ള മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അതല്ല എങ്കിൽ ഒരുവൻ്റെ ഹൃദയം കേടുവന്നാൽ, അവൻ്റെ ശുദ്ധ പ്രകൃതം നശിച്ചു പോയാൽ
പിന്നെ തിന്മ ചെയ്യുമ്പോൾ അവനൊരു പ്രയാസം തോന്നുകയില്ല, അവനതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുകയില്ല, മനസ്സിലൊരു പ്രയാസവുമില്ലാതെ തിന്മകൾ അവൻ ചെയ്യും. നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാം. ആ രൂപത്തിൽ ഹൃദയം എത്തിച്ചേരുക എന്ന് പറയുന്നത് കടുത്ത ദൗർഭാഗ്യമാണ്, അങ്ങേയറ്റത്തെ നാശത്തിലൊരുവൻ അതപ്പതിച്ചതിൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, ഈ രണ്ട് പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ ഈ ഹദീസിന് പറയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുവൻ ലജ്ജയില്ല എങ്കിൽ അവൻ തോന്നിയത് ചെയ്യുമെന്നതിന് നമുക്ക് ചുറ്റും നമ്മൾ നോക്കിയാൽ നമുക്ക് എത്രയോ അനുഭവങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ആളുകളെ നോക്കൂ, എന്താണ് ജനങ്ങളുടെ സ്ഥിതി? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും ഈ ആധുനിക സൗകര്യങ്ങളും വന്നതിനു ശേഷം ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ആളുകളിൽ ബഹുഭൂരിപക്ഷം എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒന്നുകിൽ ബഹുഭൂരിപക്ഷം അത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ആ പ്രവൃത്തിയെക്കുറിച്ച് ബഹുഭൂരിപക്ഷത്തിനും യാതൊരു പ്രശ്നവും തോന്നുന്നില്ല, ഒരു തെറ്റും ആളുകൾക്ക് അതിൽ കാണാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ തൻ്റെ ഔറത്ത് പ്രദർശിപ്പിക്കുന്നു, വൃത്തികേടുകൾ അവൻ ചെയ്യുന്നു പരസ്യമായി. ഒരു പെണ്ണ് അവളുടെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു ആളുകൾക്ക് മുന്നിൽ. ഇത് പഴയ കാലത്തായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണ് ഔറത്ത് മറക്കാതെ സൗന്ദര്യ പ്രദർശനം നടത്തി കടന്നുപോയാൽ അവളുടെ അയൽവാസികളോ അവൾ പോകുന്ന വഴിയിലുള്ള ആളുകളോ മാത്രം കാണുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ സുബ്ഹാനല്ലാഹ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഒരു സ്ത്രീ അവളുടെ ആളുകൾക്ക് മുന്നിൽ മറച്ചു വെക്കേണ്ട ഭാഗം ഒരു ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഒരു വീഡിയോ പിടിച്ചോ അങ്ങ് പ്രചരിപ്പിച്ചാൽ ലോകമൊന്നാകെ, ലോകത്തിൻ്റെ നാനാദി ദിക്കുകളിലുള്ള ഒരുപക്ഷെ കോടാനുകൂടി മനുഷ്യർ ഇവരുടെ ഔറത്ത് കാണുന്ന സ്ഥിതി വന്നു ചേരുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എന്താണ് ആളുകളുടെ സ്ഥിതി? ആളുകളുടെ ലജ്ജ ഇവിടെ പോയി. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ കഥ പറഞ്ഞെടുത്ത് സൂറത്തുൽ ഖസസിൽ മൂസാ നബി വെള്ളമെടുക്കാൻ സഹായിച്ച രണ്ട് സ്ത്രീകളുടെ കാര്യം നമുക്ക് ആ സൂറത്തിൽ കാണാം. മൂസ അലൈഹിസ്സലാം അവരെ സഹായിച്ചു. ഒരു മരച്ചുവട്ടിലിരുന്ന് ദുആ ചെയ്തു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബേ, നീ എനിക്ക് ഏത് ഖൈർ ഇറക്കി തന്നാലും ഞാനിപ്പോൾ അതിനാവശ്യക്കാരനാണ്. മിസ്റിൽ നിന്ന് കൊല്ലുമെന്ന് ഭയപ്പെട്ട് നാട് വിട്ടോടി, കയറി കിടക്കാൻ ഒരു കൂരയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല. അള്ളാഹുവിൻ്റെ സഫിയായ അവൻ്റെ വടപ്പുകളിൽ ശ്രേഷ്ഠരായ മൂസ അലൈഹിസ്സലാം. നോക്കൂ, അങ്ങനെ ഇരിക്കവേ ആ രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ അവരുടെ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഉപ്പ പറഞ്ഞയച്ചതാണ്, ആ ആളെ ഇങ്ങ് വിളിക്കൂ, ഈ ചെയ്ത ഉപകാരത്തിൻ്റെ ഒരു പ്രതിഫലം കൊടുക്കാൻ. അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇൻ. ലജ്ജയോടെ ആ സ്ത്രീ വരികയാണ്, എന്നിട്ട് പറയുകയാണ്, ഇന്ന അബി യദ്ഊക്, എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളമെടുത്തു തന്നതിന് പ്രതിഫലം നൽകാൻ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരു സംശയത്തിനുമിടയില്ലാത്ത, ഒരു മോശം ചിന്തക്കും അവസരമില്ലാത്ത വ്യക്തമായ വാക്കാണത്. എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, നേരത്തെ ചെയ്തു തന്നതിന് പ്രതിഫലം തരാൻ. എത്ര വ്യക്തമായ വാക്ക്! ഒരു കൊഞ്ചിക്കൊടയിലുണ്ടോ അവിടെ? ഇല്ല. ഒരു ദ്വയാർത്ഥ പ്രയോഗമുണ്ടോ അവിടെ? ഇല്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന, അന്യരായ ആളുകൾ തമ്മിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും, മുസ്ലിമീങ്ങളെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് അവരിൽ? അള്ളാഹു അവൻ്റെ കിതാബിൽ പഠിപ്പിച്ച മര്യാദയും തമ്മിൽ എത്രമാത്രം അകലമാണുള്ളത്. ആ സ്ത്രീ വന്ന് പറയുകയാണ്, എൻ്റെ ഉപ്പ വിളിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളമെടുത്ത് തന്നതിന് പ്രതിഫലം നൽകാൻ. ലജ്ജയോടെ വന്നു ഈ ഒരു കാര്യം പറയാൻ വേറെ ആരുമില്ല. വൃദ്ധനായ പിതാവാണ് വീട്ടിലുള്ളത്. ഇവരാവശ്യത്തിന് വിളിക്കാൻ വന്നപ്പോൾ അവർ കാണിച്ച മര്യാദയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ,
ജനങ്ങളുടെ ഹയാഇനെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വരികയാണ്, ഒരു സ്ത്രീ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് സറായ് ബാധിക്കുന്നു, സറായ് അപസ്മാരമുണ്ട് എനിക്ക്. അത് വന്നാൽ ഞാൻ താഴെ വീണ് എൻ്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകും. ദുആ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു നിൻ്റെ രോഗം മാറ്റിത്തരും. അതല്ല എങ്കിൽ നീ ക്ഷമിക്കുക, അള്ളാഹു സ്വർഗം തരും. ആ സ്ത്രീ പറയുകയാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലെ, ക്ഷമിച്ചോളാം, മാറാൻ ദുആ ചെയ്യണ്ട. പക്ഷേ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നത് അതില്ലാതാകാൻ, എൻ്റെ ഔറത്ത് ജനങ്ങൾ കാണുന്നത് ഇല്ലാതാകാൻ ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്തിന്? അവരുടെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുള്ള, തണ്ടും തടിയുമുള്ള, ഒരു കുഴപ്പവുമില്ലാത്ത എത്ര അപസ്മാര രോഗികളാണ് നമ്മുടെ സ്ത്രീകളിലുള്ളത്. ഈ പൈശാചികമായ അപസ്മാരം ബാധിച്ച സ്ത്രീകൾ ഒരു രോഗവുമില്ലാതെ അവളുടെ വസ്ത്രം നീക്കുകയാണ്, അവളുടെ ഔറത്ത് കാണിക്കുകയാണ്, അവളുടെ കൈകളും കാലുകളും മുടിയും വയറും അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തുറന്നു വെക്കുകയാണ്. ആർക്ക് മുന്നിൽ? ദുനിയാവിന് മുന്നിൽ. 2, 3, 4 ആളുകൾക്ക് മുന്നിൽ, ദുനിയാവിന് മുന്നിൽ തുറന്നു നിൽക്കുന്ന എത്ര അപസ്മാരബാധിതരായ സ്ത്രീകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതിൽ മുസ്ലിം പേരുള്ള എത്ര പേരുണ്ട്, എത്ര ആളുകളുണ്ട്. ഉപദേശിക്കുന്നവർ സ്ത്രീ വിരുദ്ധരാവുകയാണ്, ഉപദേശിക്കുന്നവർ പെണ്ണിനെ അടിമകളാക്കുന്നവരാവുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ പിശാചിൻ്റെ അടിമത്തത്തിൽ, ശൈത്താൻ്റെ ചങ്ങലക്കെട്ടുകളിലാണ് കഴിയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പടച്ചത് അവൻ്റെ അടിമകളാകാനാണ്. അവൻ്റെ അടിമയായില്ലേ ഉറപ്പാണ് അവൻ ശൈത്താൻ്റെ അടിമയാണ്. അതല്ല എങ്കിൽ സ്വന്തം ദേഹേച്ഛയുടെ അടിമയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഹറബു മിനർ റിഖ്ഖി അല്ലദീ ഖുലിഖൂ ലഹു ഫബുലൂ ബിറിഖ്ഖി നഫ്സി വശൈത്താനി. അള്ളാഹു ഏതൊരു അടിമത്തത്തിന് വേണ്ടിയാണ് അവരെ പടച്ചത്, അള്ളാഹുവിൻ്റെ അടിമയാകാനാണ് അവരെ പടച്ചത്. അതിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഫബുലു ബിറിഖ്ഖി നഫ്സി വശൈത്താനി, സ്വന്തം ദേഹേച്ഛയുടെയും സ്വന്തം നഫ്സിൻ്റെയും ശൈത്താൻ്റെയും അടിമയായി അവർ മാറി. ആളുകൾക്കൊരു പ്രശ്നവുമില്ലല്ലോ. ജനങ്ങളുടെ ആരെങ്കിലുമൊക്കെ വരച്ചു വച്ച അവരുടെ മോഡലുകൾ, അവരുടെ നിയമങ്ങൾ, അതിൻ്റെ അടിമകളാകാൻ ആണിനും പെണ്ണിനും യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ അടിമയാകാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനാണ് പ്രശ്നം. ചില സഹോദരിമാർ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരു പെണ്ണ് അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു, ഒരു പെണ്ണ് അവളുടെ കൂട്ടുകാരികളോട് പറയുകയാണ്, എന്ത്, അയാളെ കൊണ്ട് ഞാൻ ആകെ തോറ്റു, അയാളെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല, അയാൾ പറയുന്നതിനപ്പുറം എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല, എന്താണ് ഞാൻ ചെയ്യുക? അപ്പോൾ അവളുടെ ഈ പൈശാചികത കയറിയ കൂട്ടുകാരികൾ പറഞ്ഞത്രേ, എന്താ സംശയം, നീ ഡിവോഴ്സ് ചോദിക്കണം, തലാഖ് വാങ്ങണം, എന്തിനാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കീഴിൽ കഴിയുന്നത്? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, അത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ല പറയുന്നത്, എൻ്റെ മാനേജറുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞത്രേ, നീ ക്ഷമിച്ച് നിൽക്കണം, കരിയർ നശിപ്പിക്കരുത്. ജോലിയുടെ കാര്യമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരണമെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ക്ഷമിക്കണം, സഹിക്കണം. അപ്പോൾ ഈ സ്ത്രീ തിരിച്ചു പറഞ്ഞത്രേ, എടീ ദുഷ്ടത്തികളെ, എൻ്റെ കുടുംബം അത് തകരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഭർത്താവ് ആണ് എങ്കിൽ എത്ര എളുപ്പത്തിനാണ് തലാഖ് ചോദിക്കാൻ പറഞ്ഞത്. അതേസമയം ഏതോ ഒരുത്തൻ അവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി പെണ്ണിനോട് പറയുകയാണ്, അവൻ നിശ്ചയിച്ച സ്ഥലത്ത് വരണം, ആ സമയത്ത് വരണം ഓഫീസിൽ, അവൻ നിശ്ചയിച്ച കുപ്പായം ധരിക്കണം, അവൻ പറഞ്ഞിട്ടല്ലാതെ ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റൂല, നേരത്തെ പോകണമെങ്കിൽ അയാളോട് ചോദിക്കണം, അയാൾ പറയുന്നത് പോലെ ആളുകളോട് ഇളിക്കണം, ഇങ്ങനെയൊക്കെ പെരുമാറണം. യാതൊരു കുഴപ്പമില്ലല്ലോ. നാളെ ഒരു ദിവസം നീ ഇങ്ങോട്ട് വരണ്ട, ജോലിക്ക് വരണ്ട,
പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ അനുസരിക്കരുത്, അടിമത്തമായി കാണണം, ചങ്ങലക്കെട്ട് പൊട്ടിച്ചെറിയണം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അവളേറ്റവും സ്നേഹിക്കുന്ന അവളുടെ കുടുംബം, അവളുടെ ഭർത്താവ്, അവളുടെ മക്കൾ, അവൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവളെ സ്നേഹിക്കുന്നവർ, അവൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ, അവൾക്ക് പ്രായം ചെന്നാൽ അവളെ ബഹുമാനിക്കാൻ, അവളെ ആദരിക്കാൻ, അവൾക്ക് താങ്ങായി നിൽക്കാൻ മത്സരിക്കുന്നവർ, അങ്ങനെയുള്ള അവളുടെ കുടുംബത്തെ അതിനെങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്? അതിനെ ചങ്ങലക്കെട്ടായിട്ടാണ് വരച്ചു കാട്ടുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് പേടി തോന്നുന്ന രൂപത്തിൽ വൃത്തികെട്ട ആളുകൾ, വൃത്തികേടിൻ്റെ ആളുകൾ സമൂഹത്തിൽ ചിത്രം വരച്ചു വെക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഒരിക്കലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകലല്ല. ചില ശ്രേഷ്ഠരായ ആളുകൾ പറഞ്ഞതുപോലെ അവരുടെ ഉദ്ദേശം അവർക്ക് പെണ്ണിനെ കിട്ടാനുള്ള സ്വാതന്ത്ര്യം നേടലാണ്. അതിനുള്ള വഴി തെളിക്കാനാണ് അവരുടെ ഉദ്ദേശം. വിവാഹങ്ങൾ മുടക്കുക, അത് നീണ്ടുപോവുക എന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. സമൂഹത്തിൽ വ്യഭിചാരവും വൃത്തികേടുകളുമൊക്കെ നിറയാൻ കാരണമാകുന്ന കാര്യമാണ്. വിവാഹം മുടങ്ങുക, അത് വൈകിപ്പോവുക എന്നത്. ആളുകളുടെ നല്ല പ്രായം, അവരുടെ ഏറ്റവും നല്ല പ്രായം, ദാമ്പത്യബന്ധം ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന അവരുടെ പ്രായമാണ് ഈ ഉണങ്ങിപ്പോകുന്നത്. ആ പച്ചപ്പാണ് വരണ്ടു പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആളുകൾ ഈ രൂപത്തിൽ ശൈത്താൻ്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ, പുരുഷന്മാർ, ഇവരൊക്കെ ഈ വക വൃത്തികേടുകൾ ഒരു മടിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെണ്ണ് അവളുടെ ഔറത്ത് പ്രദർശിപ്പിക്കുന്നു. അവളുടെ ഭർത്താവിന് യാതൊരു കുഴപ്പമില്ല, അവളുടെ ആങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, അതിൽ അവനൊരു പ്രശ്നം കാണുന്നില്ല. എന്നു മാത്രമല്ല, അവൻ അതിന് വളം വെച്ച് കൊടുക്കുകയാണ്. ആങ്ങളെയും ഭർത്താവുമൊക്കെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ മോശമാണ് ഇങ്ങനെ അവളെ സംരക്ഷിക്കേണ്ട, അവളെ നിയന്ത്രിക്കേണ്ട, അവളോട് കൽപ്പിക്കേണ്ട, വിലക്കേണ്ട ആങ്ങളെയും ഭർത്താവുമൊക്കെ അവളതിന് പ്രോത്സാഹിപ്പിക്കുന്നു. അതിനേക്കാൾ മോശം സുബ്ഹാനല്ലാഹ്, അവളുടെ സൗന്ദര്യം അത് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് പണമുണ്ടാക്കി ഇവൻ തിന്നുകയാണ്. ആര്? ആങ്ങളെ എന്ന് പറയുന്നവൻ, ഭർത്താവ് എന്ന് പറയുന്നവൻ. സുബ്ഹാനല്ലാഹ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവളെ വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത്. അവളുടെ സൗന്ദര്യം വിറ്റ് അവൻ ജീവിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് പ്രിയ സഹോദരങ്ങൾ നമുക്കിത് ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ എവിടെയാണ് കാലം എത്തിയിരിക്കുന്നത്? ആളുകളുടെ സ്ഥിതി എവിടെയാണ് എത്തിയിരിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ 3 കൂട്ടരുടെ നേരെ അള്ളാഹു നോക്കുകയില്ല. അൽ ആഖു ലിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ. വൽ മർഅത്തുൽ മുതറജ്ജില, ആൺവേഷം കെട്ടി ആണിനെ പോലെ നടക്കുന്ന പെണ്ണ്. വദ്ദയ്യൂസ്, മൂന്നാമനാരാണ്? ദയ്യൂസാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ചെലവിന് കീഴിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുമ്പോൾ, വ്യഭിചാരവും അതിലേക്ക് നയിക്കുന്ന സൗന്ദര്യ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതിരിക്കുന്നവൻ, അവനതിൽ യാതൊരു കുഴപ്പവുമില്ല. അവൻ്റെ മനസ്സിൽ നിന്ന് ധാർമ്മിക രോഷമെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യം അത് എടുത്തു നീക്കപ്പെട്ടിരിക്കുന്നു. ഗൈറത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും, മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണത്. ഒരുവൻ്റെ ഫിത്രത്ത്, അവൻ്റെ ശുദ്ധ പ്രകൃതം അങ്ങേറ്റം ദുഷിച്ചു പോയാലല്ലാതെ അവൻ്റെ ധാർമ്മിക രോഷമില്ലാതായി പോവുകയില്ല. ജാഹിലിയത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്, ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക്, ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾക്ക്, അവർക്ക് വരെ പലപ്പോഴും ഗൈറത്തുണ്ടായിരുന്നു. എന്നാൽ പുരുഷന്മാരുടെ ഗൈറത്ത്, അവരുടെ ധാർമ്മിക രോഷം എവിടെ പോയി? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലദറബ്തുഹു ബിസ്സൈഫി ഗൈറു മുസ്ഫിഹിൻ അൻ. എൻ്റെ ഭാര്യയുടെ കൂടെ എങ്ങാനും ഞാനൊരു പുരുഷനെ മോശമായ അവസ്ഥയിൽ, ഒരു അവിഹിതമായ ബന്ധത്തിൽ കണ്ടാൽ ഞാൻ അവനെ വാളുകൊണ്ട് വെട്ടും. മൂർച്ചയുള്ള ഭാഗം കൊണ്ട് പരത്തി പിടിച്ചിട്ടല്ല, മുറിയുന്ന രൂപത്തിൽ വെട്ടും. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു ഉബാദ ഈ പറഞ്ഞ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു ചേർന്നു. നബി ആ വാക്ക് അറിഞ്ഞു, സഅദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അതഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിൻ്റെ ധാർമ്മിക രോഷത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണോ? ഫവല്ലാഹി ലഅന അഗ്യറു മിൻഹു, അള്ളാഹുവാണ്, ഞാൻ സഅദിനേക്കാൾ ധാർമ്മിക രോഷമുള്ളയാളാണ്. വല്ലാഹു അഗ്യറു മിന്നി, അള്ളാഹു എന്നെക്കാൾ ധാർമ്മിക രോഷമുള്ളവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ. ഒരാൾക്ക് അയാളുടെ പെങ്ങൾ, അയാളുടെ മകൾ, അയാളുടെ ഭാര്യ, ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും മോശത്തരത്തിന് ഒരു വൃത്തികേടിന് പോകുന്നത് കണ്ടാൽ നസല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾക്ക് രോഷമുണ്ടാവുകയില്ലേ? സഹോദര, അതിനേക്കാൾ രോഷം അവളുടെ യഥാർത്ഥ ഉടമസ്ഥനായ, അവൾ ആരുടെ അടിയാത്തിയാണോ ആ റബ്ബിനുണ്ട്. അള്ളാഹു ആ രോഷം കൊള്ളുന്നവനാണ്. മിൻ അജ്ലി ഗൈറത്തില്ലാഹ് ഹറമൽ ഫവാഹിഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ ഗൈറത്ത് കൊണ്ടാണ്, അവൻ്റെ രോഷം കൊണ്ടാണ് അവൻ ഫാഹിഷത്തുകൾ, വൃത്തികേടുകൾ ഹറാമാക്കിയത്. മാ ലഹറ മിൻഹ വമാ ബത്തൻ, വൃത്തികേടുകളിൽ പ്രകടമായതും പ്രകടമാകാത്ത ഉള്ളിലുള്ളതും പുറത്തുള്ളതുമൊക്കെ. വലാ ശഖ്സ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനെ പോലെ ധാർമ്മിക രോഷമുള്ള മറ്റാരുമില്ല. വലാ ശഖ്സ അഹബ്ബു ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്, അതുപോലെ അള്ളാഹുവിനേക്കാൾ ഒഴിവ് കഴിവ് ഇഷ്ടമുള്ള മറ്റാരുമില്ല. മിൻ അജ്ലി ദാലിക ബഅസ അല്ലാഹുൽ മുർസലീൻ മുബശ്ശിരീന വമുൻദിരീൻ, അതുകൊണ്ടാണ് അള്ളാഹു നബിമാരെ താക്കീത് നൽകുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായി അയച്ചത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇതിൽ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രോഷത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കൂടെ എന്തു പറഞ്ഞു? അള്ളാഹുവിന് ഉദ്ർ ഇഷ്ടമാണ്, ഒഴിവ് കഴിവ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക രോഷം ഒരിക്കലും നിന്നെ എന്ത് ചെയ്യരുത്? അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. നിനക്ക് രോഷമുണ്ട് എന്നതുകൊണ്ട് നീ നിൻ്റെ പെങ്ങളോടോ ഭാര്യയോടോ മകളോടോ അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാതെ അവളെ ദ്രോഹിക്കാനോ അടിക്കാനോ അവളോടൊരു രൂക്ഷമായി പെരുമാറാനോ നിൽക്കരുത്. പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണം. ഇതിൽ ഉദ്റുണ്ടോ, ഒഴിവ് കഴിവുണ്ടോ എന്നത് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ ഹജ്ജത്തുൽ വദാഇന് വന്ന സന്ദർഭം, ഒടുവിൽ അവർക്ക് ഹൈദ് കാരണത്താൽ ഉംറ കിട്ടാത്തത് കൊണ്ട് നബിയോട് പറഞ്ഞു, നബി എനിക്ക് ഉംറ ചെയ്യണം, ഹജ്ജ് ഒക്കെ കഴിഞ്ഞ ശേഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സഹോദരൻ അബ്ദുറഹ്മാൻ്റെ കൂടെ പുറത്തേക്ക് അയച്ചു, ഹറമിന് പുറത്തേക്ക് അയച്ചു, ഇഹ്റാം ചെയ്ത് തിരിച്ചു വരാൻ. സഹോദരൻ അബ്ദുറഹ്മാൻ്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചിലയിടങ്ങളിൽ അവരുടെ ഹിജാബ് നീക്കിയപ്പോൾ സഹോദരൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ തട്ടി. ഹിജാബ് നീക്കിയതിന് ആങ്ങളെയാണല്ലോ. അപ്പോൾ ആയിഷ പറഞ്ഞു, ഇവിടെ അതിനാരാളുള്ളത്? ഇവിടെ ആരുമില്ലല്ലോ, ആരുമില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്? ഹിജാബ് നീക്കിയത്. അത് നോക്കൂ, ഉദ്റാണ്, അതൊരു ഒഴിവ് കഴിവാണ്. എന്നതുപോലെ സ്ത്രീകളോട് അല്ലെങ്കിൽ നിനക്ക് കീഴിലുള്ളവരോട് നിൻ്റെ ധാർമ്മിക രോഷം അനീതി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കരുത്. പക്ഷെ നീ ഉദ്ർ, അവരുടെ അതിൻ്റെ കാരണം എന്താണ്, ഒഴിവ് കഴിവ് എന്താണെന്ന് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മിക രോഷത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ എന്തു പറഞ്ഞു? അള്ളാഹുവിനെ പോലെ ഉദ്ർ, ഒഴിവ് കഴിവ് ഇഷ്ടപ്പെടുന്ന മറ്റാരുമില്ല. നോക്കൂ, ഈ ഗൈറത്ത്, ധാർമ്മിക രോഷം എന്ന് പറയുന്നത് നമുക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്ത്രീകൾ ഹയാ ഉണ്ടാകേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളായ സ്ത്രീകൾ, നമ്മുടെ മാതൃകകൾ അങ്ങനെയായിരുന്നു. നമ്മുടെ സഹോദരിമാർ ആരെയാണ് മാതൃകയാക്കുന്നത്? വൃത്തികെട്ട, അള്ളാഹുവിനെ ഭയമില്ലാത്ത, അള്ളാഹുൽ വിശ്വാസമില്ലാത്ത സ്ത്രീകളെയാണോ? അവരാണോ നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ മുൻഗാമികളായി കാത്തിരിക്കുക? ഒരിക്കലുമല്ല. മറിച്ച് അവർ വൃത്തികേടിൻ്റെ ഫാഹിഷത്തിൻ്റെ ആളുകൾ ഒരിക്കലും സ്വർഗാവകാശികളല്ല, അവർ നരകാവകാശികളാണ്. അതുകൊണ്ട് നീ ആരെ പിൻപറ്റി ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് ചെന്ന് ചേരുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, മുഹാജിറാത്തുകളായ സ്ത്രീകൾ, ആദ്യം ഹിജറ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ വനിതകൾ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ലമ്മ അൻസൽ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ, വൽയദ്രിബ്ന ബിഖുമരിഹിൻ അലാ ജുയൂബിഹിൻ, അവരവരുടെ തട്ടങ്ങൾ അവരുടെ മാറിനുമീതെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന ഹിജാബിൻ്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഷഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അള്ളാഹുവിൻ്റെ ആയത്ത് വന്നപ്പോൾ ആ സാധുക്കളായ സ്ത്രീകൾക്ക് തട്ടമില്ല ഇടാൻ.
അവരെന്ത് ചെയ്തു? അവർ ഉടുക്കാൻ ഉപയോഗിച്ചിരുന്ന തുണിയുണ്ട് വീട്ടിൽ, അത് കീറി അവർ തലയിലിടുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചപ്പോൾ ഇംതിസാൽ, അതുപോലെ പിൻപറ്റാനുള്ള അവരുടെ താല്പര്യമാണ്. പ്രിയമുള്ള സഹോദരിമാരെ, അവരാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അവരാണ് നിങ്ങളെ സ്വർഗത്തിൽ കാത്തിരിക്കുക. നിങ്ങളാരെ സ്നേഹിച്ചുവോ, അവരെ മാതൃകയാക്കാൻ ശ്രമിച്ചുവോ, അവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവർ, നമ്മൾ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്നവർ, അവരുടെ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടുമെല്ലാം പറയട്ടെ, ഈ ഹയാ, ലജ്ജ എന്ന സ്വഭാവം അത് നമ്മുടെ വിശേഷണമായിരിക്കണം, അത് നമ്മുടെ സ്വഭാവമായിരിക്കും. കാരണം അത് ഈമാനിൻ്റെ സ്വഭാവമാണ്. അതില്ല എങ്കിൽ ഈമാനില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സകല സൽ സ്വഭാവങ്ങളുടെയും അടിത്തറ ഇതാണ്, ഹയാ ആണ്. സകല സൽ സ്വഭാവങ്ങളുടെയും അടിത്തറ ഹയാ ആണ്, ലജ്ജയാണെന്ന് പറഞ്ഞത് കാണാം. അത് നോക്കൂ, ശ്രേഷ്ഠരായ ആളുകളുടെ സ്വഭാവമായിരുന്നു, അള്ളാഹുവിൻ്റെ നല്ലവരായ പടപ്പുകളുടെ സ്വഭാവമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായ ലജ്ജ ഉള്ളവരായിരുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫി ഖിദ്രിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖിദ്റിൽ കഴിയുന്ന കന്യകയായ ഒരു പെണ്ണിനേക്കാൾ ലജ്ജ ഉള്ളവരായിരുന്നു. പഴയകാലത്ത് വിവാഹപ്രായമെത്തിയാൽ, പ്രായപൂർത്തിയായാൽ പെൺകുട്ടികൾ അവരുടെ വീട്ടിനകത്ത് പ്രത്യേകം ഒരു അറയിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ ലജ്ജ അത്രയും ഉണ്ടായിരുന്നു. ആളുകൾ അത്രയും മറച്ചു പിടിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? അവരെ സംരക്ഷിക്കാൻ, അവരോടുള്ള കരുതലാണത്, അവരോടുള്ള സ്നേഹമാണത്. അതല്ലാതെ അവരെ അടിച്ചമർത്തുന്നതല്ല അത്. അവരുടെ നന്മ അതിലാണുള്ളത്. ഇസ്ലാമിൻ്റെ സ്ത്രീകൾ ഈ കണ്ട നന്മകളെല്ലാം നേടിയെടുത്തത് ആ ഖിദ്ർ വഴിക്ക് തന്നെയാണ്, അവരുടെ ആ വീട്ടിൻ്റെ ഉള്ളറ വെച്ച് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയണം, അങ്ങനെയുള്ള കന്യകയായ പെണ്ണിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലജ്ജ ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജ നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത സന്ദർഭത്തിൽ വിവാഹ ശേഷമുള്ള വലീമ, അതിനുവേണ്ടി ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ആളുകൾ വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. പക്ഷെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്, പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായി, പോകുന്നില്ല, വന്ന ആളുകൾ പോകുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നേരമല്ലോ, നിങ്ങളൊന്ന് പോകണം എന്ന് പറയാൻ നബിക്ക് ലജ്ജ തോന്നുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, നിങ്ങളവിടെ പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോയാൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ നേരമായ പോവുക, കഴിച്ച് തിരിച്ചിറങ്ങി പോവുക. അതല്ലാതെ അവിടെ പോയിരുന്ന് സംസാരിച്ചിരുന്ന് പാത്രത്തിൽ ഭക്ഷണം പാകമാകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബി, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നബിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഫയസ്തഹി മിൻകും, പക്ഷേ നബി നിങ്ങളോട് പറയാൻ ലജ്ജിക്കുന്നു. ഫയസ്തഹി മിൻകും, സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയുകയാണ്, നബി നിങ്ങളോട് പറയാൻ ലജ്ജിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹുവിന് സത്യം പറയാൻ ലജ്ജയില്ല. സത്യം പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയുടെ ഭാഗമാണത്. ആളുകളോട് മുഖത്തടിച്ചതുപോലെ കാര്യങ്ങൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലജ്ജയായിരുന്നു. അങ്ങനെ നബി പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം വന്നാൽ നബിയുടെ മുഖത്തത് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കുമായിരുന്നു എന്ന് സഹാബത്ത് പറയാറുണ്ട്. നബി പലപ്പോഴും എന്ത് ചെയ്യുകയില്ല, നബിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആളുകളോട് നേരിട്ടങ്ങ് പറയുകയില്ല, നബിയുടെ മുഖത്തത് കാണാൻ സാധിക്കും എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത് കാണാം. ഇതാണ് കിറാം അഥവാ ശ്രേഷ്ഠരായ ആളുകളുടെ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെക്കുറിച്ച് പറയുകയാണ്, ഇന്ന മൂസ അലൈഹിസ്സലാം കാന റജുലൻ ഹയ്യൻ. മൂസാ നബി അലൈഹിസ്സലാം ലജ്ജാലുവായ വ്യക്തിയായിരുന്നു. അലൈഹിസ്സലാം ലജ്ജാലുവാണ്, ലജ്ജയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ അവരെല്ലാം ഒരുമിച്ച് ജലാശയത്തിലിറങ്ങി വസ്ത്രം അയച്ച് കുളിക്കുമായിരുന്നു. മൂസ അലൈഹിസ്സലാം അവരുടെ കൂടെ കുളിക്കുമായിരുന്നില്ല, ഒറ്റക്ക് കുളിക്കും.
ശരീരം ഒന്നാകെ മൂടുന്ന വസ്ത്രം ധരിച്ചിരുന്നു. എന്തുകൊണ്ട്? ലജ്ജ കൂടുതൽ കൊണ്ട്. ഒന്നാകെ മൂടാന്ന് പറഞ്ഞാൽ മുഖമൊക്കെ മൂടി നടന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ഭൂരിപക്ഷ ഭാഗങ്ങളും മൂടിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം നടന്നിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളുടെ ഭർത്താവ്. ഒരാൾ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മകളെയും വിവാഹം ചെയ്തു കൊടുത്തു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലോക ചരിത്രത്തിൽ ഒരു നബിയുടെ 2 പെൺമക്കളെ മറ്റൊരാൾ വിവാഹം ചെയ്തിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദുന്നൂറൈൻ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു. എന്താണ് ഉസ്മാൻ്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇരിക്കുകയായിരുന്നു, അബൂബക്കറും ഉമറും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം മുട്ടിന് മുകളിലേക്കൊന്ന് നീങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഉസ്മാൻ കയറി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം നേരൊക്കെ താഴ്ത്തി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുട്ടിന് മുകളിലുള്ള ഭാഗം ശരിക്കും മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ ലജ്ജിക്കേണ്ടതില്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഒരു ഫാഹിഷത്തിന്, ഒരു വൃത്തികേടിന്, ഒരു വിചാരത്തിന് പോയിട്ടില്ലാത്ത മഹാനായിരുന്നു. ലജ്ജ എന്നത് ശ്രേഷ്ഠരുടെ സ്വഭാവമാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അലിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയം ചോദിക്കണം. മദിയെ കുറിച്ചായിരുന്നു സംശയം. പുരുഷന്മാർക്ക് ലൈംഗിക ചിന്ത ഉണ്ടാകുമ്പോൾ, സ്പർശനമോ ചുംബനമോ ആലിംഗനമോ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ലൈംഗിക അവയവത്തിലൂടെ വരുന്ന വെള്ളം പോലെയുള്ള ദ്രാവകമാണത്, വഴുവഴുപ്പുള്ള ദ്രാവകം, മനീയന് മുൻപ് വരുന്നത്. അത് നജിസാണ്. മനീയ നജിസല്ല, പക്ഷേ ഇത് നജിസാണ്. പക്ഷെ അത് വസ്ത്രത്തിലോ മറ്റോ ആയാൽ വെള്ളം അതിൽ കുടഞ്ഞാൽ മതിയാകും. ഉദു അതുകൊണ്ട് മുറിയും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് കുൻതു റജുലൻ മദ്ദാഅൻ, ഞാനിത് ധാരാളമുള്ള ആളായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേക്കുറിച്ച് ഞാൻ ചോദിക്കാൻ മടിച്ചു. എന്തുകൊണ്ടാണ്? ലിമകാൻ ഇബ്നതിഹി മിന്നി, നബിയുടെ മകൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനത് ചോദിക്കാൻ മടിച്ചു. എന്നാൽ ആ മടിയുള്ളത് കൊണ്ട് ആ അറിവ് നേടാൻ അലി ഒരു വഴിയും നോക്കാതെ ഇരുന്നതുമില്ല. മറിച്ച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിച്ചു. കൂട്ടുകാരനെ കൊണ്ട് ചോദിപ്പിച്ചു. ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ ലജ്ജ എന്ന സ്വഭാവം നോക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ഒരിക്കൽ ജുമ്മാർ കൊണ്ടുവരപ്പെട്ടു. ജുമ്മാർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന തടി മുറിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള വസ്തു കൊണ്ട് ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ജുമ്മാർ. അത് കൊണ്ടുവരപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിന ശജരി ശജറ മസലുഹാ കമസലിൽ മുഅ്മിൻ. മരങ്ങളിൽ ഒരു മരമുണ്ട്, അതിൻ്റെ ഉദാഹരണം മുഅ്മിനിനെ പോലെയാണ്, മുഅ്മിനിൻ്റെ ഉദാഹരണമാണ്. അത് ഇലവൊഴിയാത്തൊരു മരമാണ്. ആര് പറയും? സഹാബത്തിൽ പലരും പല മരങ്ങളെക്കുറിച്ചും പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, എൻ്റെ മനസ്സിൽ അപ്പം തന്നെ വന്നു, അത് നഖ്ലത്താണ്, ഈന്തപ്പനയാണ്. പക്ഷേ ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും പറയുന്നില്ല. എൻ്റെ പിതാവിനെ നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബിനെ നോക്കി, ഒന്നും പറയുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ മറുപടി പറഞ്ഞില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈന്തപ്പനയാണ്. മജ്ലിസ് പിരിഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കൂടെ പോവുകയാണ്. ഉപ്പയോട് പറഞ്ഞു, നബി അത് ചോദിച്ചപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നഖ്ലത്തായിരുന്നു എന്ന്. ഉമർ പറഞ്ഞു, മോനെ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് ഉത്തരം പറഞ്ഞില്ല? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ നോക്കി റളിയല്ലാഹു അൻഹു, ഒന്നും മറുപടി പറഞ്ഞില്ല. നിങ്ങൾ നോക്കി, നിങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ ലജ്ജിച്ചു. ഉമർ പറഞ്ഞു, മോനെ നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് ഇത്ര 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 ഇഷ്ടമാകുമായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മകൻ്റെ വളർച്ച, അതിൽ സന്തോഷിക്കുക, അത് ആഗ്രഹിക്കുക എന്നത് പിതൃസഹജമായ കാര്യമാണ്. അതൊരിക്കലും ഇഖ്ലാസിനെതിരല്ല. അത് പിതൃസഹജമായ ആഗ്രഹം മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന് വേണ്ടി ആ സമയത്ത് ദുആ ചെയ്തിരിക്കും, ബറക്കത്തിന് വേണ്ടി. ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമർ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചത് നോക്കൂ നിങ്ങൾ, അത് മുതിർന്നവരുള്ള സദസ്സാണ്, അവിടെ ഞാൻ പറയേണ്ടതില്ല എന്ന ഒരു ലജ്ജയും മര്യാദയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പാലിച്ചു.
നിങ്ങൾ നോക്കൂ, കുട്ടികളെ പലപ്പോഴും ആളുകൾ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഏത് മജ്ലിസും കയറി എന്തും വിളിച്ചു പറയാൻ. അതാണ് വലിയ ധീരതയെന്നും അതാണ് വലിയ നന്മയെന്നും പലരും ധരിച്ചു വച്ചിരിക്കുന്നു. 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ ലജ്ജയുള്ള ആളാണ്, ഒരാൾ എവിടെയും കയറി എന്തും പറയുന്ന ആളാണെങ്കിൽ പല സ്ത്രീകളും പല പുരുഷന്മാരും ഈ ലജ്ജയുള്ള പെണ്ണിനോട് പറയാൻ എനിക്ക് എന്തോളെ പോലെ ആയിക്കൂടെ, അവളെപ്പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കും പലരും. അല്ല, നേരെ തിരിച്ചാണ് പറയേണ്ടത്. നേരെ തിരിച്ചാണ് പറയാൻ കൂടുതൽ ദീനിനോട് യോജിക്കുന്നത് അതാണ്. കാരണം ഇസ്ലാമിൻ്റെ സ്വഭാവം ഹയായാണ്, ലജ്ജയാണ്. അത് വൽ ഹയാഉ ഖൈറുൻ കുല്ലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അൽ ഹയാഉ ഖൈറുൻ കുല്ലോ, ഹയാ ലജ്ജ മുഴുവൻ ഖൈറാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹയാഅ വൽ ഈമാൻ ഖുറിനാ ജമീഅൻ. ഈമാനും ലജ്ജയും ഒരുമിച്ചാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ. ഒന്ന് പോയാൽ രണ്ടാമത്തതും പോകും. ലജ്ജ ഉണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ, ഈമാനുള്ളിടത്തേ ലജ്ജ ഉണ്ടാവുകയുള്ളൂ. രണ്ടും ഒരുമിച്ചേ ഉണ്ടാവൂ. ഒന്ന് പോയാൽ മറ്റൊന്ന് നിലനിൽക്കുകയില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ കാനൽ ഹയാഉ ഫി ഷൈഇൻ ഇല്ലാ സാന. ലജ്ജ ഏതൊരു കാര്യത്തിലുണ്ടോ ലജ്ജ അതിനെ അലങ്കരിക്കും, ഭംഗിയാക്കും. ലജ്ജ ഉള്ളിടത്ത് ഭംഗി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ. ഓരോ ദീനിനും അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. വ ഇന്ന ഖുലുഖൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിൻ്റെ സ്വഭാവം ഏതാണ്? ഹയാ ആണ്, ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലജ്ജ അത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. മറ്റൊരു ഹദീസ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ർ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഹലീമാണ്, അവൻ സഹനശീലനാണ്, അവൻ ഏറെ സഹിക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പടപ്പുകളെ വേഗം അവരുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കാത്തത്. ഹയ്യുൻ, അവൻ ലജ്ജ ഉള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ലജ്ജ ഉള്ളവനാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ് ഹയാ. ഹയാ എന്ന് പറയുന്നത് അത് അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള അവൻ്റെ വിശേഷണമാണ്. അതാണ് മറ്റൊരു ഹദീസിൽ വന്നത്, അള്ളാഹു റബ്ബുൽ ആലമീൻ ലജ്ജ ഉള്ളവനാണ്, അവൻ കരീമാണ്, ഉദാരനാണ്. അടിമ റബ്ബിലേക്ക് 2 കൈകൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. റബ്ബിൻ്റെ പ്രത്യേകതയാണ് അവൻ്റെ സിഫത്തുകളുടെ ഫലങ്ങൾ, അവൻ്റെ വിശേഷണങ്ങളുടെ ഫലങ്ങൾ അടിമകളിൽ ഉണ്ടാകുന്നത് അവൻ ഇഷ്ടപ്പെടും. അവൻ ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടും. അവൻ തയ്യിബാണ്, വിശിഷ്ടനാണ്. തയ്യിബല്ലാതെ വിശിഷ്ടമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അവനെല്ലാം അറിയുന്നവനാണ്. അവൻ ഉലമാഇനെ, അറിവുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അവൻ ഏറ്റവും നന്മ ചെയ്യുന്ന മുഹ്സിനാണ്. അവൻ ഇഹ്സാൻ, നന്മ ഇഷ്ടപ്പെടുന്നു. അവൻ കരീമാണ്, ഉദാരനാണ്, അവൻ ഉദാരത ഇഷ്ടപ്പെടുന്നു. അതുപോലെ അവൻ ഹയ്യാണ്, അവൻ അടിമകളിൽ ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുപോലെ സിത്തീറുൻ, സതീർ എന്നും വായനയുണ്ട്. സിത്തീറുൻ അതുപോലെ സതീർ. അള്ളാഹു മറച്ചു പിടിക്കുന്നവനാണ്, അവൻ തിന്മകൾ മറച്ചു പിടിക്കുന്നവനാണ്, അവൻ ന്യൂനതകൾ മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് തിന്മ നീ ചെയ്തു പോയാൽ അത് നീ മറച്ചു വെക്കണം, ആളുകളോട് പറയരുത്, അള്ളാഹുവിനോട് മാത്രം പറയുക. അള്ളാഹു മറച്ചു വച്ച ആ മറ നീയായി വലിച്ചു കയറരുത്, അള്ളാഹു അത് ഇഷ്ടപ്പെടുകയില്ല. വേഗം തൗബ ചെയ്യുക. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നിൻ്റെ തിന്മ ആളുകൾ അറിയിച്ചില്ല എന്നത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എപ്പോൾ? തിന്മ ആവർത്തിച്ചാൽ അള്ളാഹു ഒരു പക്ഷേ നിൻ്റെ തനിനിറം ജനങ്ങളെ ഒന്നാകെ കാണിച്ചേക്കും. ഇപ്പോൾ അത് കാണിച്ചില്ല, ഒരു തവണ നിൻ്റെ കയ്യിൽ പറ്റിപ്പോയി, അള്ളാഹു ജനങ്ങളെ അറിയിച്ചില്ല, റബ്ബിൻ്റെ നിഅമത്താണത്, അത് നീ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നിന്നെ വഷളാക്കാൻ തീരുമാനിച്ചാൽ നിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഒരാളുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അരികിലേക്ക്, മറ്റൊരു റിവായത്തിൽ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ അരികിലേക്ക് ഒരു കള്ളനെ പിടിച്ചു കൊണ്ടുവന്നു. കൈ മുറിക്കാൻ തുനിഞ്ഞപ്പോൾ കള്ളൻ പറഞ്ഞു, എൻ്റെ കൈ മുറിക്കൽ ഞാനിത് ആദ്യത്തെ തവണയാണ്, ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ അല്ലെങ്കിൽ അലി, 2 പേരെ കുറിച്ചും ഈ റിവായത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു,
കളവാണ് നീ പറയുന്നത്. അള്ളാഹു കരീമാണ്. അള്ളാഹു ഒരിക്കലും ആദ്യത്തെ തവണ നിന്നെ ഇങ്ങനെ പിടുത്തം തരികയില്ല, നീ പലതവണ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് സുബ്ഹാനല്ലാഹ്, അതിൽ എന്തെല്ലാം പാഠങ്ങളുണ്ട്. റബ്ബ് ഒരുപാട് തവണ ഒരു പക്ഷേ നിൻ്റെ തിന്മ മറച്ചു വച്ചേക്കും, പക്ഷേ എപ്പോഴും അത് മറച്ചു വെക്കണമെന്നില്ല. അള്ളാഹുവിൻ്റെ സിത്തറിൽ നീ വഞ്ചിതനാകരുത്, നീ അതിൽ വഞ്ചനയിലകപ്പെടരുത്. നീ വേഗം തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ഹയ്യൽ അഫീഫൽ മുതഅഫിഫ്. ഇന്നല്ലാഹ യുഹിബ്ബു അൽ ഹയ്യ അൽ അഫീഫൽ മുതഅഫിഫ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു ലജ്ജയുള്ളവനെ, ഇഫ്ഫത്ത് പാലിക്കുന്നവനെ, വിശുദ്ധി പാലിക്കുന്നവനെ. മുതഅഫിഫ്, അതെപ്പോഴും അത് പാലിക്കാൻ ശ്രമിക്കുന്നവനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവനെ, അതുപോലെ അത് പ്രയാസപ്പെട്ട് അതിൽ നിൽക്കാൻ ശ്രമിക്കുന്നവനെ. ചില ആളുകളുടെ പ്രകൃതം തന്നെ അങ്ങനെയായിരിക്കും, വൃത്തികേടുകൾക്ക് പോകാത്ത ലജ്ജയുള്ളവരായിരിക്കും. മറ്റു ചിലർ അങ്ങനെ ആയിരിക്കുകയില്ല, അവൻ പണിപ്പെട്ടത് നേടിയെടുക്കും. ഈ രണ്ടുപേരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ലജ്ജ ഉള്ളവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അതിഷ്ടപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹയാ എന്ന് പറയുന്നത് ആദ്യം വേണ്ടത്, യഥാർത്ഥ ഹയാ ലജ്ജ എന്നത് റബ്ബിനോടുള്ള ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും ശരിയായ ലജ്ജ പാലിക്കുക. ഖുൽന, സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നാ നസ്തഹി വൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്, അൽഹംദുലില്ലാഹ്, ലജ്ജ ഞങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാക്ക്, അതല്ല. ഒരാൾക്ക് പൊതുവേ ലഭിക്കുന്ന സ്വാഭാവികമായ അയാളിലുള്ള ലജ്ജയെക്കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് നീ പണിപ്പെട്ട് നേടേണ്ട ലജ്ജയുണ്ട്. മുക്തസബായ ഹയ എന്ന് പറയുന്നതിന്, അഥവാ നീ നേടിയെടുക്കേണ്ട ലജ്ജ. എന്താണത്? വലാകിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള ലജ്ജ എന്നാൽ ഹഖൽ ഹയാ, യഥാർത്ഥ ലജ്ജ എന്നാൽ അൻ തഹ്ഫദ റഅസ വമാ വഅ, നീ നിൻ്റെ തല, നിൻ്റെ ശിരസ് സംരക്ഷിക്കലാണ്. വമാ വഅ, അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും നിൻ്റെ തലക്കകത്ത് എന്തു ചെയ്യരുത്? റബ്ബ് ഇഷ്ടപ്പെടാത്തത് കയറ്റി വെക്കരുത്, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് നോക്കുക, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചിന്തകൾ അതിനുള്ളിലേക്ക് കയറ്റുക. കണ്ണുകൊണ്ടോ അതല്ലെങ്കിൽ നിൻ്റെ കാതുകൊണ്ടോ ഒന്നും റബ്ബ് ഇഷ്ടപ്പെടാത്തത് നീ നിൻ്റെ ഉള്ളിലേക്ക് കയറ്റരുത്. വതഹ്ഫദൽ ബത്ന വമാ ഹവ, നിൻ്റെ ഉദരം, വയറ്, അത് വമാ ഹവ, അതിന് ചുറ്റുമുള്ളതും നീ സംരക്ഷിക്കാനാണ്. ചുറ്റുമുള്ളതെന്ന് പറഞ്ഞാൽ ലൈംഗികാവയം അതിൽ ഉൾപ്പെട്ടു, അതുപോലെ വയറ് അതിൽ ഉൾപ്പെട്ടു. ഹറാമായത് നീ കഴിക്കരുത്, ഹറാമായത് നീ നിൻ്റെ ലൈംഗികാവയവം കൊണ്ട് ചെയ്യരുത്. വൽതദ്കുറിൽ മൗത വൽ ബിലാ, മരണവും അതിനുശേഷം എത്തിച്ചേരുന്ന ഖബറും എല്ലാം ദ്രവിപ്പിച്ച് കളയുന്ന ഖബറും നീ ഓർക്കനാണ്. വമൻ അറാദൽ ആഖിറത തറക സീനത്തദ് ദുനിയ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ അവൻ ദുനിയാവിൻ്റെ സീനത്ത് ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ പരലോകത്ത് പ്രയോജനം ചെയ്യാത്ത, പരലോകത്ത് ഉപദ്രവം ഉണ്ടാക്കുന്ന ദുനിയാവിലെ സീനത്തുകളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, അതവൻ ഒഴിവാക്കും. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, ഇതാര് ചെയ്തു അവനാണ് അള്ളാഹുവിനോട് യഥാർത്ഥ ലജ്ജ പാലിച്ചവൻ. തലക്കകത്ത് ഒന്നും കയറ്റരുത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത്. അതുപോലെ വയറ്റിനകത്തും ലൈംഗികാവയവും ശരീരം ഒന്നാകെ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കുക എന്നതാണ് യഥാർത്ഥ ലജ്ജ. പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിൽ ഉപദ്രവമുണ്ടാക്കുന്ന, പരലോകത്ത് ഉപദ്രവമുണ്ടാക്കുന്ന ദുനിയാവിലെ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ചെയ്താൽ ഒരുവൻ അള്ളാഹുവിനോട് യഥാർത്ഥ ലജ്ജ ഉള്ളവനായി. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു വൃത്തികേട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മുടെ മുന്നിൽ വന്നു, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ചെറിയ അനുജന്മാരോ അനുജത്തിമാരോ എന്തെങ്കിലും വൃത്തികേട് നമ്മൾ കാണുകയോ മറ്റോ ചെയ്യുമ്പോൾ മുന്നിൽ വന്നാൽ എന്തായിരിക്കും ഒരാളുടെ സ്ഥിതി? യാ സുബ്ഹാനല്ലാഹ്, ഈ ലജ്ജ ഏറ്റവും നീ പാലിക്കേണ്ടത് നിൻ്റെ റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നീ കൈ നീട്ടിയാൽ, നീ ചോദിച്ചാൽ നിൻ്റെ കൈ വെറും കൈയായി മടക്കാൻ ലജ്ജിക്കുന്ന റബ്ബിനോട് എന്ത് ന്യായമാണ് അവനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിനക്ക് ലജ്ജയില്ലാതിരിക്കേണ്ടത്?
ഇത് കൈകൾ നീട്ടിയാൽ ഒന്നും തരാതെ മടക്കാൻ ലജ്ജിക്കുന്നു എന്നാണ് റബ്ബ് പറഞ്ഞത്. ആ റബ്ബ് വിലക്കിയ തെറ്റായ കാര്യങ്ങൾ, ഹറാമുകൾ ചെയ്യാൻ നിനക്കൊരു ലജ്ജയും തോന്നാതിരിക്കുക എന്നത് എന്ത് ന്യായമാണ്? എങ്ങനെ അത് ശരിയാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, യാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഉപദേശം നൽകിയാലും, ഔസിന് എനിക്ക് വസിയത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീക അൻ തസ്തഹിയ മിൻ അല്ലാഹ്, ഞാൻ നിനക്ക് വസിയത്ത് നൽകുന്നു, നീ അള്ളാഹുവിനോട് ലജ്ജ പാലിക്കുക. കമാ തസ്തഹി റജുലൻ മിൻ സാലിഹി ഖൗമിക്, നിൻ്റെ നാട്ടുകാരിലെ അല്ലെങ്കിൽ നിൻ്റെ കുടുംബക്കാരിലെ ഒരു സാലിഹായ മനുഷ്യൻ്റെ മുന്നിൽ, നല്ല ഒരാളുടെ മുന്നിൽ നിനക്ക് എത്ര ലജ്ജ ഉണ്ടാവും, അതുപോലെ നീ റബ്ബിനോട് ലജ്ജ കാണിക്കുക. നല്ലൊരാളുടെ മുന്നിൽ സാലിഹായ മനുഷ്യൻ, അയാൾ ഒരു വൃത്തികേട് പറയാത്ത, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ആദരണീയ ഒരു മനുഷ്യൻ, അയാളുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ പറയുന്ന ചിലപ്പോൾ അത്ര ശരിയല്ലാത്ത വാക്ക് പോലും ഒരാൾ പറയുകയില്ല. ഒരു തെറ്റായ വാക്കാകണമെന്നില്ല, എങ്കിൽ പോലും പറയുന്ന ആൾ, നമ്മുടെ മുന്നിലുള്ള ആൾ ആരാണ് എന്നത് പരിഗണിച്ച് അതിന് യോജിച്ച വാക്കേ നമ്മൾ പറയുള്ളൂ. ആരെങ്കിലും അങ്ങനെ പ്രായമുള്ള ആദരണീയനായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഒരു മര്യാദ ഇല്ലാത്ത വാക്ക് പറഞ്ഞാൽ നമ്മൾ അയാളെ ഒന്ന് തട്ടും. എന്താ ഈ പറയുന്നത്? പോയി കഴിഞ്ഞാൽ ചോദിക്കും, അയാളോട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. യാ സുബ്ഹാനല്ലാഹ്, റബ്ബിനേക്കാൾ അക്രമായ മറ്റാരുണ്ട്? ദുൽ ജലാലി വൽ ഇക്റാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആദരവുകൾക്കും അർഹനായിട്ടുള്ളവനാണ്. അവനാണ് എല്ലാ ബഹുമാനങ്ങൾക്കും അർഹനായിട്ടുള്ളവൻ. അവനാണ് ഏറ്റവും തഅദീം ചെയ്യപ്പെടേണ്ടവൻ, മഹത്വം കൽപ്പിക്കപ്പെടേണ്ടവൻ. എന്തുകൊണ്ടാണ് നീ നിൻ്റെ നേരം, അള്ളാഹു തന്ന ഈ ആയുസ്, ഒരു ഹറാമിൽ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ചെയ്യുമ്പോൾ അവൻ കാണുന്നുണ്ട് എന്ന പേടിക്ക് ഒപ്പം അവൻ കാണുന്നുണ്ട് എന്ന ലജ്ജ നിനക്കില്ലാത്തത്? അള്ളാഹു കാണുന്നുണ്ട് എന്ന ഹയാ, ആ ലജ്ജ എന്തുകൊണ്ടാണ് നിനക്കില്ലാത്തത്? ആ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അയ്യു വൽ ഹയാഉ ശുഅബതാനി മിനൽ ഈമാൻ വൽ ബദാഉ വൽ ബയാനു ശുഅബതാനി മിനൻ നിഫാഖ്. അൽ അയ്യു വൽ ഹയാ, അയ്യ എന്നാൽ സംസാരത്തിലെ സൂക്ഷ്മതയാണ്, ഹയാ എന്നാൽ ലജ്ജയാണ്. അത് ശുഅബതാനി മിനൽ ഈമാൻ, ഈമാനിൻ്റെ രണ്ട് ശാഖകളാണ്. വൽ ബദാഉ, ബദാ എന്നാൽ വൃത്തികേട് പറയുക, വൃത്തികേട് ചെയ്യുക, അശ്ലീലം പറയുക ചെയ്യുക. വൽ ബയാൻ, വളച്ചുകെട്ടി സംസാരിക്കുക, വിശദീകരിച്ച് വളച്ചുകെട്ടി പറയുക. ഇത് രണ്ടും നിഫാഖിൻ്റെ, കാപട്യത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് ലജ്ജയുള്ളവന് തോന്നിയതെല്ലാം പറയാൻ കഴിയില്ല, തോന്നിയതെല്ലാം ചെയ്യാൻ കഴിയുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ലജ്ജ ഒരാളെ നന്മ ചെയ്യിക്കും, തിന്മയിൽ നിന്ന് തടയും. ലജ്ജ ഒരാളെ തിന്മയിൽ നിന്ന് തടയും. അള്ളാഹുവിനോടുള്ള ലജ്ജ കൊണ്ട്, അതുപോലെ കൂടെ ഉള്ളവരോടുള്ള ലജ്ജ കൊണ്ട്. മനസ്സിലായി? ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഒരു മുസ്ലിമായ നിൻ്റെ സഹോദരനെ കൊണ്ടുള്ള ഉപകാരമാണെന്ത്? അവനെ ലജ്ജിച്ച്, അവൻ കാണുമല്ലോ, അവൻ അറിയുമല്ലോ എന്ന് ലജ്ജിച്ച് നീ തെറ്റ് ചെയ്യാതിരിക്കാന്നുള്ളത്. മനസ്സിലായി? ഒരു മുസ്ലിമായ സഹോദരനെ കൊണ്ട് നിനക്ക് ലഭിക്കുന്ന ഉപകാരമാണത്, അവൻ്റെ ഖൈറാണത്, അവൻ്റെ ബറക്കത്തിൽപ്പെട്ടവനാണ്. നിൻ്റെ കൂട്ടുകാരൊക്കെ വൃത്തികെട്ടവരാണെങ്കിലോ ആര് കാണുമെന്ന് ലജ്ജിക്കാൻ? അല്ല, വൃത്തികേടുകൾ ചിലപ്പോൾ നീ മത്സരിക്കുകയാണ് ചെയ്യുക. വൃത്തികേട് ചെയ്യാൻ, അവനെക്കാളും വലിയ വൃത്തികേട് ചെയ്യാൻ ചിലപ്പോൾ ആളുകൾ മത്സരിക്കും. അങ്ങനെയുള്ള കൂട്ടുകാരാണ് ഒരാൾക്കുള്ളതെങ്കിൽ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അയാളറിഞ്ഞാൽ മോശമാണ് എന്ന് നിനക്ക് തോന്നുന്ന ഒരു പരിചയക്കാരനോ ഒരു കുടുംബക്കാരനോ ഒരു സുഹൃത്തോ നിനക്കുണ്ടോ, അൽഹംദുലില്ലാഹ്, ഖൈറാണ്. കാരണം അത് നിന്നെ തിന്മയിൽ നിന്ന് തടയുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരനെ കൊണ്ടുള്ള ബറക്കത്താണത്. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത്, അയാളെ കൊണ്ട് അങ്ങനെ ഒരു ബറക്കത്ത് മാത്രമേ, വേറൊന്നും കിട്ടിയില്ലെങ്കിലും, ഒരു ഉപകാരം നിനക്ക് കിട്ടിയില്ലെങ്കിൽ അത് വലിയ ഉപകാരമാണ്. കാരണം നീ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നു. തിന്മ അത് ചെയ്യാതിരിക്കുന്നവനും എന്ത് കാരണത്താലാകട്ടെ ചെയ്യുന്നവനും ഒരുപോലെയല്ല. തിന്മ ചെയ്യാതിരിക്കുന്നവൻ എന്ത് കാരണം കൊണ്ടാകട്ടെ ചെയ്തവൻ ഒരുപോലെയാണോ? അല്ലല്ലോ, വ്യത്യാസമുണ്ട്, എന്തായാലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ ആലോചിക്കുക, തിന്മ, ഹയാ എന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് തടയും, നന്മ ചെയ്യിക്കും. എങ്ങനെയാണ് നന്മ ചെയ്യിക്കുക? നോക്കൂ, റബ്ബിനോടുള്ള ലജ്ജ. അവൻ ഈ നിഅമത്തുകളെല്ലാം നൽകിയിട്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം ഏകിയിട്ട്, അവൻ കൽപ്പിച്ച കൽപ്പനകൾ നിറവേറ്റാൻ
അങ്ങനെ നിറവേറ്റാതിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ, ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 50 വഖ്ത് നിസ്കാരം നിർബന്ധമായി. തിരിച്ചു വന്നു മൂസ അലൈഹിസ്സലാം 6ാമത്തെ ആകാശത്തിൽ വെച്ച് പറഞ്ഞു, ജനങ്ങൾ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് തഖ്ഫീഫ്, ഇളവ് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി. അള്ളാഹു കുറച്ചു കൊടുത്തു, 45 പിന്നെ 40 ഓരോ തവണ മൂസാ നബിയെ കാണും, തിരിച്ചു പോകും. 5 കിട്ടി തിരിച്ചു വന്നപ്പോൾ മൂസ അലൈഹിസ്സലാം പിന്നെയും പറഞ്ഞു, ഇതും സാധിക്കൂല, പോയി ഇളവ് ചോദിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിനോട് ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു, അള്ളാഹുവിനോട് ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ, എന്തെല്ലാം നന്മകൾ ഒരാൾ ചെയ്താലും ഒരാളുടെ മനസ്സിൽ യഥാർത്ഥ ഈമാനുണ്ടോ, റബ്ബിനോടുള്ള ഹക്ക്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ, റബ്ബിനോടുള്ള എൻ്റെ ബാധ്യത ഒരാൾ തിരിച്ചറിഞ്ഞോ അവൻ സ്വയം ലജ്ജിക്കുകയാണ് ചെയ്യുക എപ്പോഴും. അതുകൊണ്ടാണ് നന്മകൾക്ക് പിന്നാലെ എപ്പോഴും ഇസ്തിഗ്ഫാറാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകളിൽ അവൻ ഏറ്റവും ഇഷ്ടം, റബ്ബിനു വേണ്ടി ചെയ്യുന്ന അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഏറ്റവും അവനിഷ്ടമുള്ള ഏറ്റവും നല്ല അമലേതാ? നിസ്കാരമാണ് നമ്മുടെ അമലുകളിൽ. അത് പൂർത്തിയായാൽ എന്താണ് നമ്മൾ പറയുന്നത്? സലാം വീട്ടിയാൽ പറയുന്നത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നീ ഒരു തെറ്റ് ചെയ്തതല്ല, നിസ്കരിച്ചതാണ്, അള്ളാഹുവിന് വേണ്ടി സുജൂദും റുകൂഉം ചെയ്തതാണ്. പക്ഷേ റബ്ബിനോടുള്ള ഹക്ക് അത് നീ അന്ത്യനാൾ വരെ സുജൂദിൽ കിടന്നാലും തീരാത്ത ഹക്കാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത അത് തീരാത്തതാണ്. നിൻ്റെ അമലുകളിൽ എത്രയോ പാളിച്ചകളുണ്ട്, അതിലെവിടെയൊക്കെയോ നിൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ സാധിച്ചത്. റബ്ബ് തന്ന ആരോഗ്യം കൊണ്ടാണ് നീ അത് ചെയ്തത്. റബ്ബാണ് അതിന് സ്വീകരിച്ച് അതിന് ഇരട്ടി പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് തിന്മകൾ ചെയ്താലും ഒരാൾക്ക് റബ്ബിൻ്റെ മുന്നിൽ താൻ എന്തൊക്കെയോ ചെയ്തു എന്നല്ല യഥാർത്ഥ മുഅ്മിനിന് തോന്നുക. പിന്നെന്താണ് അവന് തോന്നുക? ലജ്ജയാണ് തോന്നുക. അപ്പോൾ തിന്മ ചെയ്താൽ എന്തായിരിക്കും? നന്മ ചെയ്താൽ എങ്ങനെയാണെങ്കിൽ തിന്മ ചെയ്തു പോയാൽ എന്തായിരിക്കും? നമ്മുടെ ഉമ്മയും ഉപ്പയും ലജ്ജിച്ച ലജ്ജ അതാണ്. ആദമും ഹവ്വാവും, ആദം അലൈഹിസ്സലാം ഹവ്വാവും റളിയല്ലാഹു അൻഹ, അവർ രണ്ടുപേരും ലജ്ജിച്ച ലജ്ജ അതാണത്. ആ മരത്തിൽ നിന്ന് കഴിച്ചു പോയപ്പോൾ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി, നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് റബ്ബിനോട് ഏത് സമയത്തും അള്ളാഹുവിനോട് ലജ്ജ ഉള്ളവരായിരിക്കണം നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ലജ്ജ നിന്നെ കൊണ്ട് തിന്മ തടയും, നന്മ ചെയ്യിക്കും. അതാളുകളോട് ലജ്ജ തോന്നുക എന്നത് എന്തല്ല, ഒരു മോശമായ കാര്യമല്ല. ചില ആളുകൾ വിചാരിക്കുന്ന അങ്ങനെയാണ്, മോശമാണ്. അല്ല, ജനങ്ങളോട് ലജ്ജ ഉള്ളവനെ റബ്ബിനോട് ലജ്ജ ഉണ്ടാവുള്ളൂ. ജനങ്ങളോട് ലജ്ജ ഉണ്ടാകണം. ആ ലജ്ജ ഒരു നന്മക്ക് നിനക്ക് തടസ്സമാകാൻ പാടില്ല. അതുപോലെ ഒരു നന്മ കൽപ്പിക്കാനോ തിന്മ വിലക്കാനോ ലജ്ജ നിനക്ക് തടസ്സമാകാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ ലജ്ജ അല്ല, അത് ആജിസാണ്, കഴിവുകേടാണ്. കഴിവുകേടിന് ആളുകൾ ലജ്ജ എന്ന് പേരിട്ട് വിളിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ അതെന്തല്ല, ലജ്ജയല്ല. നിനക്ക് പഠിക്കേണ്ട ഒരു അറിവ് ചോദിച്ചു പഠിക്കാൻ ലജ്ജ നിനക്ക് തടസ്സമാകരുത്. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ് എന്ന താബിഈ പറഞ്ഞു, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. ലജ്ജിച്ചവനും അതുപോലെ അഹങ്കരിച്ചവനും അറിവ് നേടുകയില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ടത് ചോദിക്കാൻ ലജ്ജിക്കുക അത് പാടില്ല. ശരിയാണ്, നിനക്ക് ലജ്ജ തോന്നുന്ന നേരത്തെ പറഞ്ഞ അലിയുടെ സംഭവത്തിലുള്ള കാര്യം പോലെയാണോ? അതിന് ബദൽ മാർഗങ്ങൾ തേടാമല്ലോ. മറ്റൊരാളെ കൊണ്ട് ചോദിപ്പിക്കാം, എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത ഇതുപോലെ ചോദ്യം ചോദിക്കാം. ഒരാൾക്കിങ്ങനെ അനുഭവം ഉണ്ടായി, എന്താണ് ഇതിനുള്ള മറുപടി? അങ്ങനെ ചോദ്യം ചോദിക്കാം. പഠിക്കാനത് തടസ്സമാകരുത്. വാജിബ് അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യം ചെയ്യാൻ നിനക്ക് ലജ്ജ തടസ്സമാകരുത്. നിനക്ക് ജനാപത്തുണ്ടായി, നിസ്കാരത്തിന് നേരമായി, അതിന് കുളിക്കണം, അതിന് ലോകം ഒന്നാകെ നീ കുളിക്കുന്ന അറിഞ്ഞു എന്ന് കണ്ടാലും കുളിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഹയാ തടസ്സമാകാൻ പാടില്ല. അത് നിൻ്റെ വാജിബാണത്, നിനക്കതിന് കുറ്റം ലഭിക്കും. എന്നതുപോലെ നന്മ തടയാനോ തിന്മ വിലക്കാനോ, നന്മ കൽപ്പിക്കാനോ തിന്മ വിലക്കാനോ
ലജ്ജ തടസ്സമാകാൻ പാടില്ല. അത് യഥാർത്ഥത്തിലുള്ള മഹ്മൂദായ സ്തുത്യർഹമായ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ലജ്ജയല്ല. അത് തെറ്റായ കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീനിലെ പാഠങ്ങൾ, ഇസ്ലാമിലെ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതകൾ, ഈ പറഞ്ഞതും കേട്ടതുമായ നന്മകൾ ജീവിതത്തിൽ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.